നമ്മള് പിങ്കി നമ്മള് വീട്ടിൽ വന്നേക്കാണ്. തീറ്റിയാണ് നമുക്ക് മെയിൻ ആയിട്ടും തീറ്റിയാണ് പ്രധാനം. എന്റെ മെയിൻ യോഗായിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഗൈസ്. നമ്മള് പുതിയൊരു സാധനം ഉണ്ടാക്കി. എന്തൊക്കെയാണ് അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത്? യോഗായിട്ടുണ്ട്, കിസ്മിസ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്, റോബസ്റ്റ് പഴമുണ്ട്, ആപ്പിൾ ഉണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട് ഗൈസ്. നമ്മൾ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മള് വീഡിയോ എടുത്തില്ല, ഉണ്ടാക്കണം. നമുക്ക് ഇനിയും ഉണ്ടാക്കുമ്പോ വീഡിയോ എടുക്കാം. നമ്മൾ ഇന്നൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തൊരു സാധനമായിരുന്നു? ലോഡഡ് ഫ്രൈസ്. ഞാനുണ്ട്, ഇവളുണ്ട്, പിന്നെ ആരുണ്ട്? സെൽമ ഉണ്ട്. അവള് വാവ വരണം അല്ലേ? നമ്മളെ താഴെയാണ് ഷെഫിക്കാടെ വീട്. അപ്പൊ അവളിപ്പോ വരും. എന്നിട്ട് നമ്മള് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാനുള്ള സാധനം വാങ്ങി, ചിക്കൻ വാങ്ങി, ഫ്രൈസ് വാങ്ങണം, ചീസ് വാങ്ങണം, മൊസറല്ല ചീസ് വാങ്ങണം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് തിന്നിട്ടൊക്കെ വരാം. നമ്മള് വാവേനെ വിളിച്ചപ്പോഴത്തേക്ക് അവള് വരുന്നില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രണ്ടുപേരുടെ സാധനം വാങ്ങാൻ പോവുകയാണ്. പോവാമ്പാ. ഇതാണ് ഗൈസ് പാത്തുമ്മയുടെ ആട്. അവക്ക് ഇത്തിരി ദേഷ്യവും വാശിയൊക്കെ ഉള്ളതാണ്. എടി ഭയങ്കരി, എടി എന്താടി നോക്കണേ, നിനക്കൊന്നും തന്നില്ലേ? ഇവക്ക് ഇത്തിരി കുസൃതി കൂടുതലാണ്. നമ്മളെ നടക്കാനൊന്നും സമ്മതിക്കത്തില്ല. കണ്ട, ഇപ്പൊ ഞാൻ നടക്കാൻ നോക്കുമ്പം ആ രണ്ട് ഉണ്ട പോലത്തെ കൊമ്പും കൊണ്ട് അവള് വരും. എന്നാലും ഞാൻ ഓടി രക്ഷപ്പെടും. ആയി വന്നില്ല, ഓ വരുന്നു. അങ്ങനെ ഇപ്പൊ നീ സൂയിക്കണ്ടടി, ഞാൻ നിന്നെ തരത്തില്ലടി. ഓ അയ്യേ, നിന്നെ കെട്ടിയിട്ടിരിക്കല്ലേടി. അയ്യേ പോടി അവിടെ നിന്ന് പോടി. ബ്ലാ 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 ബ്ലാ. ഹായ്. ഓഹോ ഹായ്. എന്തേലും പറയൂ. എന്തേലും പറയാനുണ്ടോ താങ്കൾക്ക്? ഒന്നും പറയാനില്ലേ? അയ്യേ, ദേഷ്യം നീ ഇങ്ങനെയാണോ തീർത്തത്? ഇത് വേണ്ടായിരുന്നു കേട്ടാ, മോശമാണ്. നമ്മളിതാ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ റാക്കിലാണ് പോകുന്നത്. ഫാത്തിമ ഞാനും മാത്രമേ ഉള്ളൂ. സൽമ വരും, ഓൺ ദ വേ ആണ്. അവള് ഹസ്ബൻഡിൻ്റെ കൂടെ ഷെഫീക്കാരുടെ വരും. അവള് ബാക്കിലുണ്ട്. അപ്പം നീ റാക്കി ചെന്നിട്ട് കാണാം. അങ്ങനെ സ്മാർട്ട് ബസാറിൽ വന്നേക്കുവാണ്. നമ്മുടെ സ്വന്തം അംബാനി അണ്ണൻ്റെ സ്മാർട്ട് ബസാർ. പാപ്പു അമ്പ നമ്മള് മൊസറല്ല ചീസ് എടുക്കാൻ വന്നതാണ്. കണ്ണാടി മൊസറല്ല ഏത് മൊസറല്ല? ചേച്ചി നിക്ക് അപ്പുറത്താണ്. ഇവിടെ നമ്മുടെ മൊസറല്ല ചീസ് കിട്ടിയേക്കാണ്. ലോഡഡ് ഫ്രൈസിന് മെയിൻ ആയിട്ടുള്ള സാധനമാണ് മൊസറല്ല ചീസ്. ഇട്ടോ. ഓക്കെ, നമ്മള് ഫ്രഞ്ച് ഫ്രൈസ്. ലോഡഡ് ഫ്രൈസിന് പേര് തന്നെ വന്നത് ഫ്രഞ്ച് ഫ്രൈസ് ഉള്ളതുകൊണ്ടാണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ വില കുറഞ്ഞെടുക്കും. എത്ര രൂപയാണ്? 59 രൂപ. അത് കൊള്ളാല്ലേ? 59 എണ്ണ എവിടെ? ഇവിടെയുണ്ട്. ചെറുതെടുത്താൽ മതി. അതൊക്കെ മറ്റേത് സൺഫ്ലവർ ആയില്ല. സൺഫ്ലവർ ഇതാണ്. ചെറുത്. അടക്കണ് ഇവിടെ സൺഫ്ലവർ ഓയിലിൻ്റെ ½ kg ഇല്ല. അതുകൊണ്ട് നമ്മൾ പോയി വാങ്ങും. നമ്മള് സ്മാർട്ട് ബസാറിൽ നമുക്ക് എണ്ണ കിട്ടാത്തതുകൊണ്ട് നമ്മള് റാക്കി പോവുകയാണ്. ഇവിടെ ½ kg എണ്ണ ഇല്ല. സോ അയ്യോ പതുക്കെ പൊടി. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയെ നമ്മൾ നോക്കത്തുള്ളൂ. കാരണം നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് ഓക്കെ, അറ്റ് ലാസ്റ്റ് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ½ kg സൺഫ്ലവർ ഓയിൽ കിട്ടിയേക്കുകയാണ്. എത്ര രൂപ? ഹായ്. നമ്മുടെ 69 രൂപയുടെ എണ്ണയുമായി നമ്മൾ വീണ്ടും വീട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമ്മൾ ചിക്കനാണ്. ഓക്കെ,
ചിക്കൻ കട്ട് ചെയ്യുന്ന രീതി ഫാത്തിമ കാണിച്ചു തരും. ഗൈസ് ഇങ്ങനെയാണ് ചിക്കൻ. ഓ ആർക്കും അറിഞ്ഞൂടാ അതുപോലെ. നിങ്ങള് കൊച്ചു കൊച്ചു പീസാക്കി അരിയുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതായി കിട്ടും. അപ്പൊ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. ഫാത്തിമ യു കറക്റ്റ്. എനിക്ക് ഒരു ജോലി ചെയ്യണില്ല ഗൈസ് ഇവിടെ. കിട്ടാൻ പോണെന്റെ ആഫ്റ്റർ ദ കട്ടിങ് നമ്മൾ വാഷ് ചെയ്യുകയാണ്. പിങ്കിക്ക് കാല് വേണോന്ന് പറഞ്ഞു നമ്മള് എന്റെ ലെഗ് പീസ് ആണ്. എനിക്ക് ഇവിടെ ഇത്തിരി തരണേ. അറിയില്ല. ഗൈസ് നമ്മളിതിൽ മസാല ഇടാൻ പോവുകയാണ്. കുറച്ച് മുളക് പൊടി. ഇത് മല്ലിപ്പൊടി. സോറി ഇവക്കൊന്നും അറിഞ്ഞൂടെ ഗൈസ്. എനിക്കറിയാം ഗൈസ്. പിന്നെ നമ്മള് മഞ്ഞപ്പൊടി ഇവിടെ. മഞ്ഞപ്പൊടി എടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവക്ക് മഞ്ഞപ്പൊടി എവിടെ ഇരിക്കുന്നെന്നോ സ്വന്തം വീട്ടിൽ എവിടെ ഇരിക്കുന്നെന്നൊന്നും അറിയത്തില്ല. അശീ മഞ്ഞപ്പൊടി അവിടെ പോയി. ആഫ്റ്റർ ദ മുളക് പൊടി ആൻഡ് ദെൻ മഞ്ഞപ്പൊടി ആൻഡ് ദെൻ ടർമറിക് പൗഡർ. ഒരു കുക്ക് ചെയ്യുമ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ള ഐറ്റം ആണ് ഉപ്പ്. അപ്പൊ ഉപ്പ് ഇടുകയാണ്. മതിയടേ. ഇനി നമുക്ക് സോയാ സോസ്. സോയാ സോസ് വരട്ടെ. എന്റെ ലെഗ് പീസ് അവിടെ കിടക്കുകയാണ്. ഗൈസ് നമ്മൾ സോയാ സോസ് ഒഴിച്ചു. ഫാത്തിമ അങ്ങനെ സോയാ സോസ് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് മറ്റേ പാവപ്പെട്ട ചിക്കനെ എല്ലാം കേക്കുമാക്കി വെച്ചിരിക്കുന്ന കോലം നോക്കി മേക്കപ്പ് എല്ലാം ചെയ്ത് തക്കുട് കുട്ടൻ പാവം. ഇനി അടുത്തത് പെപ്പർ പൗഡർ ആണ്. കുരുമുളക് പൊടിയും കൂടി ഇട്ടു. പെപ്പർ പൗഡർ കുരുമുളക് പൊടി ഇട്ട് ഒഴിക്കുകയാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷനിലാണ്. നമുക്ക് ലെമൺ ജ്യൂസ് യൂസ് ചെയ്യാം. നമ്മൾ ഇഷ്ടമുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക. വിനേഗറിനേക്കാളും നാരങ്ങ ആയിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി. നമ്മൾ കുഴയ്ക്കുക. വെള്ളം കൂടി പോയടി. ഈ മമ്മയ്ക്കൊന്നും അറിഞ്ഞൂടായിരുന്നു. ഇല്ല കുഴപ്പമൊന്നുമില്ലതാ. അതിനി പൊരിച്ചെടു. ഇനി നമ്മള് ഇത് പൊരിക്കാനിടുകയാണ്. നിങ്ങൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കും. മാഗ്നേറ്റ് അല്ല മാരിനേറ്റ് ചെയ്ത് കുറച്ചു നേരം വെച്ചാല് നന്നായിരിക്കും. പക്ഷെ നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി. മാരിനേറ്റ് അത് തന്നെ അത് പറ്റത്തില്ല. സ്റ്റൗ കത്തിച്ച് നമ്മുടെ ഫ്രൈ പാൻ എടുത്ത് വെച്ച് നമ്മൾ പാൻ ചൂടാക്കും. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പാൻ ഒന്ന് ചൂടായി വരുമ്പോ നമുക്ക് ഓയിൽ ഒഴിക്കാം. പല്ല് വെച്ച് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഒഴിക്കുകയാണ്. സൺഫ്ലവർ നമ്മൾ 69 രൂപയുടെ സൺഫ്ലവർ. 64. കുറച്ചുകൂടി കണ്ട എണ്ണ ഇച്ചിരി ഒഴിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇടാം. പാവം എണ്ണ ചൂടായി ഇതിത്തിരി വരഞ്ഞിട്ടാലോ നമുക്ക് മസാല. എന്റെ ലെഗ് പീസ് കേക്കുമ്പോ വരെയാണ്. ഗൈസ് നമ്മളെ കൂടെ അവളില്ല. അവള് എവിടെ പോയി? ഹോസ്പിറ്റലിൽ പോയേക്കാണ്. സൽമാനെ മിസ് ചെയ്യാണ്. ചുമ്മാതെയാണ് കേട്ടാ. അവള് കേൾക്കാൻ വേണ്ടി അവളെ മിസ് ചെയ്യുന്നൊന്നുമില്ല. സത്യമായിട്ട് ഇവിടെ ഇല്ല ഗൈസ്. നിങ്ങൾ വിചാരിക്കും നമ്മള് ഇവള് ഗൾഫിൽ പോയത് പറഞ്ഞു കള്ളം പറഞ്ഞു. നമ്മളങ്ങനെ ഇട്ടു. തിളക്കുന്നു. നല്ല മണം. അതിന് മുമ്പ് മണം വന്നോ? നമ്മുടെ ചിക്കൻ കുട്ടൻ ഇവിടെ കിടന്ന് വേവയാണ്. നല്ല മണം വരുന്നുണ്ട്. സോസ് ഉണ്ടാക്കണ്ടേ? വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടി പാത്രം കഴുകുകയാണ്. പാൻ കഴുകുകയാണ്. കഴുകിക്കോ. നമ്മള് വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. നമ്മള് ബട്ടറിന് പകരം നമ്മുടെ കയ്യിൽ ഒരു സാധനവും ഇല്ല. എല്ലാം നമ്മൾ തട്ടിക്കൂട്ടയാണ്. ഞാൻ തുടക്കത്തിലെ ആദ്യമേ പറഞ്ഞു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന്. അപ്പം ബട്ടറിനൊക്കെ ഭയങ്കര വില. അതുകൊണ്ട് നെയ്യ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ നീ വറ്റാത്തത് വെള്ളം ഇത് കട്ടിയുള്ള പൈപ്പാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ എന്താണ് ഫാത്തിമ വയ്ക്കാനുള്ളത്. ഗൈസ് ആദ്യമേ നമ്മൾ നെയ്യ് ഇടണം. നമ്മളിപ്പോ എടുത്തിരിക്കുന്ന ആച്ചിയുടെ നെയ്യാണ്. ആച്ചിയിലെ ബ്രാൻഡിന്റെ നെയ്യാണ്. ഓക്കെ ഗൈസ്. ഇനിയിപ്പം നമ്മുടെ കയ്യിൽ ബട്ടർ ഒന്നും ഇല്ല. ബട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മള് നെയ്യ് യൂസ് ചെയ്യുന്നത്. നെയ്യ് ഇട്ടിട്ട് നമ്മൾ ഇത്ര നെയ്യ് എടുത്തിട്ടുണ്ട്. മെൽറ്റായി വരണം. ഒത്തുകൂടെ ഇടാം. നമുക്ക് തോനെയിട്ട് ഇത് ഒന്ന് ഇതായി വരുമ്പം മൈദാമാവ് ഇട്ട് കൊടുത്ത് മൈദാമാവ് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ഓറിഗാനോ ഇല്ല, ചില്ലി ഫ്ലേക്സ് ഇല്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. തുടക്കത്തിൽ അത് പറഞ്ഞായിരുന്നു.
പിന്നെ ചില്ലി ഫ്ലേക്സിന് പകരം ചില്ലി പൗഡർ യൂസ് ചെയ്യും. നമ്മളിത് ആദ്യം പൊരിഞ്ഞ് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇരുത്തി തിന്നല്ലേ ഇരിക്കുന്നത്. സൽമാക്ക് വെച്ചേക്കണം കൊല്ലോള്. മൈദാമാവ് നമ്മള് ചൂടായിപ്പോ വരും. കൂടെ എണ്ണ വെച്ചോ, നെയ്യ് വെച്ചാലോ? നെയ്യ് ഇട്ട് കൂടെ ഒഴി. നെയ്യ് ഒത്തിക്കൂടെ ഒഴിക്കാം. കാരണം നമ്മള് ബട്ടർ ഇത്തിരിയല്ലേ, ബട്ടർ ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നെയ്യ് വേണ്ടി വരും. നെയ്യ് ഉണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. കുറച്ച് ഇതും കൂടെ ഒഴിക്കാം. എന്തൊരു ഇനി നമ്മുടെ ഇതില് സാധാരണ നോർമലി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കാം. ഓക്കെ, ഇത് കാണാൻ വഴിയില്ലേ? നമ്മൾ മൈദാമാവ് ഇടാണ്. മൈദാമാവ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി ഇല്ലെങ്കിൽ നമുക്ക് കട്ട പിടിക്കും. നമ്മളിതാ മൈദാമാവ് ഇടയാണ്. നമ്മൾ മൈദാമാവ് ഇട്ടു. 2 സ്പൂൺ മൈദാമാവാണ്. മതിയോ? മതി. ഞാൻ പറഞ്ഞില്ലേ, മൈദാമാവ് ഇട്ട ഉടനെ തന്നെ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ കറക്കി 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 എടുക്കണം. അല്ലെങ്കിൽ ഇത് കട്ട പിടിക്കും. കട്ട ഇല്ലാണ്ട് കൂടി നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പം ലോ ഫ്ലെയിമിൽ ഇട്ടേ ചെയ്യാവൂ. ലോ ഫ്ലെയിം. ചിക്കൻ കുട്ടൻ ഇവിടെ കിടന്ന് വറുകയാണ്. ഫ്രൈ ആവുകയാണ്. നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മള് പാലൊഴിക്കുകയാണ്. പാലൊഴിച്ച് ഒഴിച്ച് കറക്കി 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 കറക്കി. പാല് വേണമായിരുന്നു അതുപോലെ ഉരുട്ടി 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 ഇത് നല്ലതുപോലെ വറ്റണം ഗൈസ്. കുറുകണം. കുറുകി 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 കുറുകി. ഞാൻ ഫാത്തിമയെ പോലെ ഇല്ല, ഞാൻ ഹൈ ഷെഫാണ്. ഞാൻ എണ്ണ ഇല്ലാണ്ടൊക്കെ ചിക്കൻ വറക്കുന്ന പറഞ്ഞു കൊടുക്കണം തിരിഞ്ഞ്. അവള് എണ്ണ ഇല്ലാതെ, അത് എണ്ണ ഏതെണ്ണയാണ്? ഒലിവ് ഓയിൽ. ഒലിവ് ഓയിൽ ഇല്ലാണ്ട്, ഒലിവ് ഓയിൽ ഇല്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ വന്നിട്ട് നമ്മള് കുക്ക് ചെയ്യാണ്. പിന്നെ അല്ല, പിന്നെ എന്തൊരു വേണം നമ്മൾ ചിക്കൻ കൂട്ടാൻ. ഓക്കെ ഓക്കെ ഓക്കെ. വിളക്ക് 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 വിളക്ക്. കട്ട മാറിയാ? കട്ട മാറിയാ? അവളുമാര് കേണ്ടിയാവും. നമ്മളിതാ മൊസറല്ല ചീസ് ഇടയാണ്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. നീ മൊസറല്ല ചീസ് ഇട്. നീ ഇട്. എത്ര വേണം? കുറച്ചിട് കുറച്ചിട്. നമ്മൾ മൊസറല്ല ചീസ് ഇടയാണ്. മതിയാ? ഓ ഇട്ടോ മതി 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 മതി. കുറച്ചുകൂടെ ഇട്ടോ. ആ ഓക്കെ ഓക്കെ മതി മതി. ഓക്കെ, നമ്മൾ മൊസറല്ല ചീസ് ഇട്ടു. നമ്മുടെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ? നിങ്ങൾ മുളക് പൊടി ഇടണം. കുറച്ച് മുളക് പൊടി നമ്മൾ ഓക്കെ മതി മതി മതി. കറക്കി കറക്കി എക്സ്പേർട്ട് ആവും. കുറച്ച് ഉപ്പ്. അല്ല ഉപ്പിട്ടതൊക്കെ ഞാൻ മാനത്തൊന്നും എടുത്തു. ഉപ്പ് അവര് ഓക്കെ. ഇനി നമുക്ക് ഇടണ്ടേ? കുരുമുളക് പൊടി ഇടണം. അടുത്ത കുരുമുളക് മതിയോ? ഇത് മതി ഇത് മതി. ഒരുപാടായി എരിയുള്ളി. കുരുമുളക് ഇട്ടു ഗൈസ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വീണ്ടും ഇളക്കണം. ഉപ്പിട്ട് ഉപ്പിട്ട് ഓക്കെ. പണം മെയിൻ. ഉപ്പിട്ടു. ഇല്ല ഉപ്പിട്ട് സമയത്ത് ഓക്കെ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? കൂടിപ്പോയാ? ഉപ്പ്. അയ്യോ, എന്റെ ചിക്കൻ വേണ്ടോന്നില്ല. ഓർഡർ എടുത്തോണ്ട് എന്തില്ലേ? തോന്നിക്കൂടോ ഞാൻ ഇത് വെച്ചിട്ട് വരാത്ത നല്ല ടേസ്റ്റ്. ഇന്ന് ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞാ? ഉപ്പ് കറക്റ്റ് ആണ്. ഉപ്പ് കൊള്ളാം ഗൈസ്. ഉപ്പ് കറക്റ്റ് ആണ്. ആദ്യം ഇതല്ലേ എടി, ഇതിൽ ഇത്തിരി എണ്ണ കൂടെ വയ്ക്കാം. തിന്നിട്ട് വരാമൊക്കെ. സൂപ്പർ ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസ്. നമ്മള് ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കുകയാണ്. അയ്യോ എന്റെ കണ്ണേ.
അയ്യോ അടയടി അണേനി അല്ല ഇത് ഇടട്ട് നിങ്ങൾ സൂക്ഷിക്കുക. സൂക്ഷിക്കൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കണം നിങ്ങള്. നമ്മളെ പോലെ അബദ്ധം കാണിക്കരുത്. നമ്മള് ചിക്കൻ പൊരിച്ച അതേ ഫ്രൈ പാനിലാണ് നമ്മളിത് ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഓക്കെ നമ്മൾ ഇതിന്റെ പുറത്തുകൂടെ നിനക്ക് ടോട്ടൽ ഇപ്പം 4 സ്റ്റോറി ഉണ്ട്. ആദ്യത്തെ ഒരു വീഡിയോ എന്നിട്ട് നമ്മള് റൈസ് നമ്മള് ചിക്കൻ എന്നിട്ട് വേവ് ഇങ്ങനെ വെച്ചു. ഓക്കെ, ചിക്കൻ കുറച്ചിട്ടു. ഇനി നമ്മൾ മൊസറല്ല ചീസ് കുറച്ച് ഇതിൻ്റെ പുറത്തുകൂടെ ഇങ്ങനെ നമ്മളിടും. അത് വലിഞ്ഞ് വരും. ഓക്കെ, തോന്നിടും. ഇല്ല, ഇനി ചിക്കൻ ഇടണ്ട, ഇപ്പൊ ഇടണ്ട. നമ്മൾ തിന്നിട്ട് ഇടാം. ഇനി ഗൈസ് നമ്മളിതിന് കുറച്ചു നേരം ഇത് അടച്ചു വെക്കണം, എന്നാലേ അതിന്റെ ആ ഒരു ഇത് കിട്ടും. പോയി ഇതിന്റെ അകത്ത് എടുത്തിട്ട് വേവിക്കായിരുന്നു, ചൂടായിരുന്നു. ആ ചിക്കനും തിന്നു നോക്കി. അയ്യോ പോയി. ചിക്കൻ തിന്നാനും നല്ല ടേസ്റ്റ്. സമയം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നെങ്കിൽ. നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി. ഓ ചീസു നമുക്കിത് തിന്നാം. ഫോട്ടോ എടുക്കും. തിന്നോക്കാം. താഴെ വേ. ഇതെന്ത് സൂപ്പർ അല്ലേ? നിങ്ങൾ ട്രൈ ചെയ്യുക. ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കേണ്ട പറയുന്നില്ല. സൂപ്പർ സാധനം. മസ്റ്റ് ട്രൈ ആണ് എല്ലാരും. എല്ലാരും ഉണ്ടാക്കി വെക്കാം. ഇനി ഓപ്പാക്ക് നമുക്ക് തിന്നാം. അടിപൊളി. നമ്മളെ തിന്നിട്ട് കേട്ടോ. ഓക്കെ ബൈ. ഓ വാവ്, ഇതാണ് മൊസറല്ലയുടെ പ്രത്യേകത. വലിച്ചെടുത്തു. ഗൈസ് ഇത് കണ്ടു ഗൈസ്, നിങ്ങൾ നല്ല നൂല് പോലെ വലിഞ്ഞു വരുന്നു ഗൈസ്. ഞാനിനി ഇവളെ കൊണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ വണ്ടി വന്നു. അത് തന്നെ പകുതി വരെ കൊണ്ടാക്കിയിട്ട് വരെയാണ്, അല്ല കൊണ്ടാക്കിയിട്ട് പോവുകയാണ് ഗൈസ്. നമ്മള് ചൂടെടുക്കുന്നേ. പിങ്കി എങ്ങനെ ഉണ്ടായിരുന്നു സാധനം? സൂപ്പർ ആയിരുന്നു. അയ്യോ കണ്ടില്ലല്ലേ അതില്? ഇല്ല, ഒട്ടും കണ്ടില്ല ഗൈസ്. അപ്പൊ നമ്മളുണ്ടാക്കിയത് സൂപ്പർ ആയിരുന്നു കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയെന്നേ പറയത്തില്ലായിരുന്നു, അത്രയ്ക്ക് സൂപ്പർ ആയിരുന്നു. അപ്പൊ ഗൈസ് ഇനി അടുത്ത ശനിയാഴ്ചയും പിങ്കി വരും എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി. നമ്മളെ വീഡിയോ ഇവിടെ തീരെയാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ബൈ ബൈ.